ആൻഡ് ത്രൂ ഔട്ട് ഈ എപ്പിസോഡിൽ ഉൾഫ് വൈറ്റിനും അതേപോലെ തന്നെ യുഹാമറും ബ്ലാക്സിനെ ബിട്രേ ചെയ്ത് ഗ്രീൻസിന്റെ സൈഡിലേക്ക് പോകാനുള്ള എല്ലാ സെറ്റിംഗ് അപ്പും റൈറ്റേഴ്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹലോ ഓൾ, വെൽക്കം ടു ദ ഡിസ്കസ് പോയിന്റ്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 6 ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ എപ്പിസോഡ് 6നെ കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്, സോ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ദയവ് ചെയ്ത് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡ് 6ന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ കോളും ആർമിയും മാർച്ച് ചെയ്ത് പോകുന്നതായിട്ടാണ്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ കോള് ഗെയിൻ ഹൈടവറിനോട് പറയുന്നുണ്ട് ക്രിസ്ത്യൻ കോളാണ് ഈ റലത്തിലെ ബെസ്റ്റ് വോറിയർ എന്നും ക്രിസ്ത്യൻ കോളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റിലുള്ള ഒരു ഹോണറബിൾ ഡെത്ത് ആണെന്നാണ് ക്രിസ്ത്യൻ കോൾ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ ക്രിസ്ത്യൻ കോളിനെ കുറിച്ചിട്ട് ആളുകൾ സോങ്സ് എഴുതുന്നതാണ് ക്രിസ്ത്യൻ കോൾ പറയുന്നത്. ആൻഡ് തിരിച്ച് എപ്പിസോഡ് 6ലേക്ക് തന്നെ വരുമ്പോൾ റിവർലാൻഡ്മെന്റിന്റെ ഒരു അബാൻഡൻഡ് ക്യാമ്പ് ക്രിസ്ത്യൻ കോൾ ആർമിയും കാണുന്നുണ്ട്. ആൻഡ് അവിടെ കുറെ ആളുകൾ മരിച്ചടക്കുന്നതായിട്ട് അവർ കാണപ്പെടുന്നുണ്ട്. ആൻഡ് അത് അന്വേഷിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ കോൾ ആർമി അവിടേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ആംബുഷ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് ഗെയിൻ ഹൈടവർ റിവർലാൻഡ് മെൻസിന്റെ ആർമിനെ കുറിച്ച് പറയുന്നത് ക്രിസ്ത്യൻ കോളിന്റെ ആർമിയുടെ ഒരാൾക്ക് പദത്തിൽ 200 ആള് റിവർലാൻഡ് മെൻ ആർമിയിലുണ്ടെന്നാണ്. സോ അത്രയും വലിയ ആർമിയാണെന്ന് പറയുന്നത്. പക്ഷെ ഷോയിൽ ഇത് കണ്ടപ്പം എനിക്ക് തോന്നുന്നു അതിനും കൂടുതൽ ആളുകൾ റിവർലാൻഡ് മെൻസ് ആർമിയിലുണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് ക്രിസ്ത്യൻ കോളിനി ആർമിനെ അവര് ആംബുഷ് ചെയ്യുന്ന ഈ ഒരു ബാറ്റിലിനെ ബുക്കിലേക്ക് വരുമ്പോൾ ബുച്ചേഴ്സ് ബോൾ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഈ ഒരു സീനിന്റെ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിലെ ഫൈനസ്റ്റ് സോൾഡ്മാൻ ആയിട്ടുള്ള ക്രിസ്ത്യൻ കോൾ മരിക്കുന്നത് ആരോസ് കൊണ്ടിട്ടാണെന്നുള്ളതാണ്. അതായത് റിവർലാൻഡ് മെൻസ് ആർമി ക്രിസ്ത്യൻ കോള് ആഗ്രഹിച്ചിരുന്ന ഒരു ബാറ്റിലുള്ള ഹീറോയിക് ഡെത്ത് ഡിനേ ചെയ്യുകയാണ്. ആൻഡ് ഈ സീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ കോള് മരിക്കുന്നതിന് മുമ്പായിട്ട് ക്രിസ്ത്യൻ കോള് ഓസ്കാർ ട്രളിനോടും റോഡ്രിക് ഡസ്റ്റിനോടും 2 vs 1 ബാറ്റിൽ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ കോളിന്റെ ആർമീനെ വെറുതെ വിടാൻ ക്രിസ്ത്യൻ കോള് പറയുന്നുണ്ട്. പക്ഷെ ബുക്കിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ കോള് 3 vs 1 ബാറ്റിലാണ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ക്രിസ്ത്യൻ കോള് റിവർലാൻഡ് മെൻസ് ആർമിയുടെ 3 ആരോസ് കൊണ്ട് മരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. ആൻഡ് മരിച്ചു വീഴുമ്പോൾ ക്രിസ്ത്യൻ കോളിന്റെ കയ്യിൽ ആലിസന്റ് കൊടുത്തൊരു ഹാൻഡ് കർച്ചീഫ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സീൻ ഫ്ലിപ്പ് ചെയ്ത് അടുത്ത സീൻ കാണിക്കുന്നത് ആലിസന്റിനെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആലിസന്റ് ഹെലേനെയും റെഡ് കീപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സീക്രട്ട് പാസേജ് വഴി ഇറങ്ങി പോകുന്നതും ആൻഡ് ആ സീക്രട്ട് പാസേജിന്റെ ഒരു സൈഡ് ബ്ലോക്ക് ആണെന്ന് അറിയുമ്പോൾ അവർ അതിന്റെ അകത്ത് കുടുങ്ങി പോകുന്നവർ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവരെ റൂമിൽ കാണാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു ഗാർഡ് തെരഞ്ഞു വരികയും ഇവരെ അവിടുന്ന് രക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി റെനീറയുടെ സ്മോൾ കൗൺസിലിലേക്ക് വരുമ്പോൾ ഡേമൺ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. റെനീറ ഭരണത്തിൽ വന്നതിന് ശേഷം 25ഓളം ഓൾഡ് ക്ലോക്സ് മരിച്ചിട്ടുണ്ടെന്ന് ഡേമൺ പറയുന്നുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മൾ കണ്ടതാണ് ഓർമൺ ഹൈടവർ ആണ് ഇതിന്റെ പിന്നിലെന്നും റെനീറ ഭരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല, സ്വന്തം ഗാർഡ്സിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരു റൂളർ ആണെന്ന് മറ്റുള്ള ഹൗസിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അങ്ങനെ ചിന്ത മറ്റുള്ള ഹൗസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരും ഗ്രീൻസിന്റെ കൂടെ അലൈ ചെയ്യും എന്നുള്ളതാണ് ഓർമൺ ഹൈടവറിന്റെ പ്ലാൻ. ആൻഡ് ഡെയ്മൺ ഇപ്പം ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഓൾഡ് ക്ലോക്സിന്റെ മരണത്തിനുള്ള റിവെഞ്ച് കാണും. സോ ഡെയ്മണ് ഡ്രാഗൺസിനെ യൂസ് ചെയ്തിട്ട് ടംബിൾട്ടൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് ആ സ്മോൾ കൗൺസിലുള്ള ഡെയ്മൺ ഒഴികെ ബാക്കി എല്ലാവരും ഇതിനെ എതിർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ സ്മോൾ കൗൺസിലുള്ള ബാക്കി ആളുകൾ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. അവർ പറയുന്നത് ഇപ്പൊ റെനീറയോട് അലൈ ചെയ്തിരിക്കുന്ന ആളുകളെ തന്നെ ഡ്രാഗൺസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഹൗസസ് എങ്ങനെ എടുക്കും? അങ്ങനെ ഒരു കാര്യം റെനീറ ചെയ്താൽ പിന്നെ ബാക്കിയുള്ള ഹൗസസ് കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് ബാക്കിയുള്ള കൗൺസിൽ മെമ്പേഴ്സ് ഉന്നയിക്കുന്ന വാദം. അത് ഏകദേശം ശരിയാണ്. പക്ഷെ ഡെയ്മൺ ഇതിനൊന്നും അഗ്രി ചെയ്യുന്നില്ല. ഡെയ്മൺ റെനീറനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട് ഏഗോൺ ദ കോൺകറർ അദ്ദേഹത്തിന്റെ കോൺകസ്റ്റിന്റെ സമയത്ത് ഇതേപോലെ ഡ്രാഗൺസിനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കോൺകസ്റ്റ് ചെയ്തതെന്നും പിന്നെ ഡെയ്മന്റെ പ്രോപ്പസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ പ്രോപ്പസി പ്രകാരം ദൈവങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂളറാണ് റെനീറ. സോ റെനീറ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ദൈവങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്തതായിരിക്കുമെന്ന്, അതുകൊണ്ട് റെനീറയ്ക്ക് നാളെ ഒന്നും വരാൻ പോകുന്നില്ലെന്നൊക്കെ ഡെയ്മൺ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ റെനീറ പറയുന്നത് വിസേരിയസ്, അതായത് റെനീറയുടെ ഫാദർ ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഒരിക്കലും ടംബിൾട്ടൺ ഡ്രാഗൺസിനെ വെച്ച് അറ്റാക്ക് ചെയ്യില്ല. സോ അതേ ഡിസിഷൻ തന്നെ എടുക്കാനാണ് റെനീറ ഓപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് റിവർലാൻഡ് മെൻസിന്റെ ആർമി ടംബിൾട്ടണിലേക്ക് എത്താൻ എന്തായാലും 2 ആഴ്ചയോളം സമയം പിടിക്കും. സോ തൽക്കാലത്തേക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ആയിട്ട് കുറച്ച് അസാസിൻസിനെ ടംബിൾട്ടണിലേക്ക് വിടാനാണ് റെനീറ പ്ലാൻ ചെയ്യുന്നതായിട്ട് പറയുന്നത്. ആൻഡ് ഈ സമയത്ത് ബോറിസ് ബറാത്തിയനെ റെപ്രസെന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് സോൾജേഴ്സ് റെനീറനെ കാണാൻ കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഈ ബോറിസ് ബറാത്തിയനെ നമ്മൾ മുമ്പത്തെ സീസണുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ബോറിസ് ബറാത്തിയൻ ഗ്രീൻസിനോട് ലോയാലിറ്റി പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്മണ്ട് ബോറിസ് ബറാത്തിയന്റെ ഒരു ഡോട്ടറിനെ കല്യാണം കഴിച്ചോളാന്ന് ഒരു ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്താണ് റെനീറയുടെ മകനായിട്ടുള്ള ലുസേരിയസ് ബോറിസ് ബറാത്തിയന്റെ അടുത്ത് ബ്ലാക്സിന് അലയൻസ് പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി വരുന്നത്. ആൻഡ് അവിടെ വെച്ചിട്ടാണ് ലുസേരിയസിനെയും വെർമാക്സിനെയും വെയ്ഗാർ കൊല്ലുന്നത്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഓർമ്മണ്ട് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ബോറിസ് ബറാത്തിയൻ അദ്ദേഹത്തിന്റെ ആർമീനെ അയക്കാന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടില്ല.
കാരണം A1 മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ റെനീറയെ മീറ്റ് ചെയ്യാൻ ബോറിസ് ബറാത്തിയൻ നേരിട്ട് വരാത്തന്നെ റെനീറ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ബോറിസ് ബറാത്തിയൻ ദ വൾച്ചർ കിങ്ങുമായിട്ട് യുദ്ധത്തിന് പോയതാണെന്നാണ് പറയുന്നത്. ഈ സെയിം എക്സ്ക്യൂസ് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഓർമണ്ട് ഹൈടവറിനെ ആർമീനെ അയക്കാത്തതിന് കാരണമായിട്ട് ബോറിസ് ബറാത്തിയൻ പറയുന്നത്. ബോറിസ് ബറാത്തിയൻ ടെമ്പിൾടണിലെ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ നിൽക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട് ബോറിസ് ബറാത്തിയൻ. ആൻഡ് റെനീറ ആയിട്ടുള്ള സംഭാഷണത്തിന്റെ അവസാനം ബോറിസ് ബറാത്തിയന്റെ സോൾജേഴ്സ് റെനീറയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. സോ അതിന് മറുപടിയായിട്ട് റെനീറ പറയുന്നത് ഗീവ് മീ യുവർ ബെൽറ്റ് എന്നാണ്. അതായത് തൊട്ട് മുന്നത്തെ സീനിലായിട്ട് നമ്മൾ കണ്ടതാണ് റെനീറ ടെമ്പിൾടണിലേക്ക് അസാസിൻസിനെ അയക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പൊ എന്തായാലും ബോറിസ് ബറാത്തിയന്റെ ആർമി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവരുടെ വേഷം റെനീറയുടെ അസാസിൻസിന് കൊടുത്തിട്ട് ബോറിസ് ബറാത്തിയന്റെ ആർമി ആണെന്ന് പറഞ്ഞിട്ട് ടെമ്പിൾടണിലേക്ക് ആളെ വിടാനാണ് പ്ലാന്. ആൻഡ് അത് നമ്മൾ വരുന്ന സീനുകളിലായിട്ട് കാണുന്നുണ്ട്. സോ ആ സീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ആൻഡ് ഇതേ സമയത്ത് ടെമ്പിൾടണിന്റെ പുറത്ത് യുഹാമർ വെർമിത്തോറിന്റെ മേലെ വന്ന് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ സിൽവർ വിങ്ങും ഉൾഫായിട്ടും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കണ്ടതാണ് ടെമ്പിൾടണിലുള്ള സർവൈലൻസ് ഉൾഫും അതേപോലത്തെ യുഹാമറും ഷിഫ്റ്റ് ആയിട്ട് നോക്കിക്കൊള്ളാനാണ് റെനീറ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇപ്പം ഉൾഫൈറ്റിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം യുഹാമർ ടേക്ക് ഓവർ ചെയ്യുന്ന പോലെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ഉൾഫൈറ്റ് ആകെ സങ്കടത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉൾഫൈറ്റിന് ഒരു ഡ്രാഗണെ കിട്ടിയതിന് ശേഷം ഉൾഫൈറ്റിന്റെ പഴയ ജീവിതം മിസ് ചെയ്യുന്ന പോലെയാണ് ഉൾഫൈറ്റ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അതിൽ കണ്ടിട്ടുണ്ട് റെനീറ ഉൾഫൈറ്റ് ബാറിൽ പോയതിന് ഇനി അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ശകാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഉൾഫൈറ്റിന്റെ ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ ഉൾഫൈറ്റിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉൾഫൈറ്റിന് മിസ് ചെയ്യുന്നുണ്ട്. ഉൾഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രാഗണിനെ കിട്ടിയതിനു ശേഷം ലൈഫ് വേസ്റ്റ് ആയി എന്നാണ് ഉൾഫൈറ്റ് പറയുന്നത്. സോ ഒരു ചെറിയ മനുഷ്യനാണ്, ആളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ചെറുതാണ്. ഇപ്പം ആള് ഫുൾ ടൈം ക്യാസിലാണ്. ആകെ റെനീറ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും അതിന് പോവും. അതുപോലെ റെനീറയ്ക്ക് ഒരു യൂസ് ചെയ്യാനുള്ള ഒരാളായി മാത്രം ഉൾഫൈറ്റ് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഉൾഫൈറ്റിന്റെ ഫ്രണ്ട്സിനെയും ബാറും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഉൾഫൈറ്റ് പറയുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉൾഫൈറ്റിനും അതേപോലെ തന്നെ യുഹാമറും ബ്ലാക്സിനെ ബിട്രേ ചെയ്ത് ഗ്രീൻസിന്റെ സൈഡിലേക്ക് പോകാനുള്ള എല്ലാ സെറ്റിംഗ് അപ്പും റൈറ്റേഴ്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഉൾഫൈറ്റിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയതിനു ശേഷം ഉൾഫൈറ്റ് ആരും കാണാതെ ബാറിലേക്ക് പോകുന്നുണ്ട്. ഒളിച്ചും പാത്തും പതുങ്ങിക്കാ പോകുന്നത്. ആ പോകുന്ന വഴിക്ക് നേരെ ഡെയ്മൺ ടാർഗേറിയന്റെ മേലെ പോയി തട്ടുകയും ഡെയ്മൺ ടാർഗേറിയൻ അവിടുന്ന് ആളുകളുടെ ഇടയിൽ ഇട്ടിട്ട് ഉൾഫൈറ്റ് പിടിച്ച് അടിക്കുന്നുണ്ട്. ആൻഡ് ആകെ മോശപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഒരു ഡ്രാഗൺ റൈഡറോട് ചെയ്യേണ്ട കാര്യമല്ല. എസ്പെഷ്യലി ഇപ്പം അവർ യുദ്ധത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡ്രാഗൺ റൈഡറെ വെറുതെ പിണക്കി വിട്ട് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അപ്പുറത്തെ സൈഡിൽ പോയി ചേർന്നാൽ നമുക്കിതിനെ പണിയാവുമെന്ന് ചിന്തിക്കാനുള്ള ബേസിക് കോമൺ സെൻസ് ഡെയ്മൺ കാണിക്കുന്നില്ല. ആൻഡ് മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഡെയ്മൺ ഉൾഫൈറ്റിനെ ഒട്ടും വില കൊടുക്കാണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ആൻഡ് ഇതില് ഫസ്റ്റ് ടൈം ഒന്നല്ല ഡെയ്മൺ ഉൾഫൈറ്റിനെ അടിക്കുന്നത്, അതിനു മുമ്പും അടിച്ചിട്ടുണ്ട്. അത് ഡ്രാഗൺ സ്റ്റോണിനായിരുന്ന സമയത്ത്. ഇനി 2 എപ്പിസോഡും കൂടിയുള്ള ഈ സീസണിന്റെ അകത്തുള്ളത്. ആ 2 എപ്പിസോഡിനുള്ളിൽ ബാറ്റിൽ ഓഫ് ടംബിൾടൺ എന്തായാലും അവർക്ക് ഷോക്കേസ് ചെയ്തേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടംബിൾടൺ എങ്കിലും ഷോക്കേസ് ചെയ്തേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഈ ഉൾഫൈറ്റും യുഹാമറും ടേൺ ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള സെറ്റിംഗ് അപ്പ് ഒക്കെ ഈ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി, ഈ ഉൾഫൈറ്റിനെ ഡെയ്മൺ അടിക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിലിട്ടാണ് അടിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ടവർമെന്നിന് രഹസ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇത് കാണുന്നുണ്ട്. ആൻഡ് ആ പെൺകുട്ടി ഒബ്വിയസ്ലി ഇത് അവിടെയുള്ള ഹൈ ടവർമെന്നോട് പോയി പറയും. അത് ഓർമണ്ടിന്റെ ചെവിയിൽ എന്തായാലും എത്തും. ഓർമണ്ട് പ്ലാനിങ് മാസ്റ്റർ മൈൻഡ് ആണ്. സോ ഓർമണ്ടത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് എന്തായാലും ഉൾഫൈറ്റിനെ മെല്ലെ ഗ്രീൻസിന്റെ സൈഡിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ആൻഡ് ഇനി യുഹാമറിന്റെ കേസ് പറയുകയാണെങ്കിൽ യുഹാമറിന്റെ വൈഫ് ഇപ്പൊ ടെമ്പിൾടണിന്റെ അകത്താണുള്ളത്. ആൻഡ് യുഹാമർ ഈ ടെമ്പിൾടണിലേക്ക് സപ്ലൈസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിക്കാരനെ ഹൈജാക്ക് ചെയ്യും. അയാളുടെ വേഷം കെട്ടിയിട്ട് ടെമ്പിൾടണിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ആൻഡ് യുഹാമർ അവിടെ നിന്ന് യുഹാമറിന്റെ വൈഫിനെ കണ്ടുമുട്ടുന്നുണ്ട്. യുഹാമർ വിചാരിച്ചൊരു ഹാപ്പി മൊമെന്റ് ആയിരിക്കില്ല അത്. യുഹാമർ വിചാരിക്കും ഓക്കെ ഞാനൊരു ഡ്രാഗൺ റൈഡർ എന്നൊക്കെ പറയുമ്പോൾ വൈഫിന് ഹാപ്പി ആവും. അതിന് യുഹാമർ ഒരു ഡ്രാഗൺ റൈഡർ ആവാൻ പോയത് തന്നെ അവരുടെ യുഹാമറുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം കിങ്സ് ലാൻഡിങ്ങിൽ ആകെ പട്ടിണിയും പരിവട്ടമായിരുന്നു ഗള്ളറ്റ് ബ്ലോക്ക് ചെയ്ത സമയത്ത്. ആൻഡ് സ്മോൾ ഫോക്സിനൊന്നും ഭക്ഷണമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഡ്രാഗൺസിനെ ക്ലെയിം ചെയ്യാനൊരു ഓഫർ ഡ്രാഗൺ സീഡ്സിന് കിട്ടുന്നത്. ആൻഡ് ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാം, ഡ്രാഗണിനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് യുഹാമർ പോയത്. പക്ഷെ യുഹാമർ മാറുന്ന സമയത്ത് യുഹാമറിന്റെ വൈഫായിട്ടുള്ള കേറ്റ് ഒരുപാട് അനുഭവിച്ചതായിട്ടാണ് കേറ്റ് പറയുന്നത്. ആൻഡ് യുഹാമർ
പോയതിനു ശേഷം കേറ്റ് കിങ്സ് ലാൻഡിംഗ് നിന്ന് ടംബിൾ ടണിലേക്ക് വരുന്ന വഴിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതായതും പറയുന്നുണ്ട്. ടംബിൾ ടണിൽ എത്തിയതിനു ശേഷം കേറ്റിന്റെ ബ്രദർ ടംബിൾട്ടൺ നിന്ന് കൊല്ലപ്പെട്ടതായിട്ടും ആൻഡ് ഹ്യൂ ഹാമർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും കേറ്റ് പറയുന്നുണ്ട്. ആൻഡ് ഹ്യൂ ഹാമറിന്റെ കൂടെ എന്തായാലും കേറ്റ് പോകാൻ റെഡിയല്ല. ഓൾറെഡി കേറ്റിന്റെ ബ്രദർ മരിച്ചു. സോ ബാക്കിയുള്ള ഫാമിലിനെ അവിടെ ഇട്ടേച്ച് പോകാൻ കേറ്റ് റെഡിയല്ല. ഹ്യൂ ഹാമർ ആകെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ആൻഡ് നേരത്തെ ഉൾഫും ഹ്യൂ ഹാമറും സംസാരിച്ചിരുന്ന സമയത്ത് ഉൾഫായിട്ട് ഹ്യൂ ഹാമറിനോട് പറയുന്നുണ്ട്, ഒരു ഡ്രാഗണെ കിട്ടിയതിനു ശേഷം എന്റെ ജീവിതം മോശമായിട്ടേ ഉള്ളൂ എന്ന്. ചിലപ്പോൾ അയാളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാവും. ഇനി കിങ്സ് ലാൻഡിംഗിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ ആലിസന്റും റെനീറയും തമ്മിൽ ആലിസന്റ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ കുറിച്ചിട്ടുള്ള സംഭാഷണമാണ് നടക്കുന്നത്. ആലിസന്റ് പറയുന്നുണ്ട്, ഹെലീന പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്റെ സ്ഥാനത്ത് റെനീറ ആണെങ്കിലും ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യുള്ളൂ എന്ന് ആലിസന്റ് പറയുന്നുണ്ട്. ആസ് യൂഷ്വൽ ആലിസന്റ് മറ്റൊരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മിടിക്കുകയാണ്. ആലിസന്റ് ഒരു കൺവിൻസിങ് സ്റ്റാർ ആണ്. അത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിന് പണിഷ്മെന്റ് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആലിസന്റിന്റെയും ഹെലീനേന്റെയും സെക്യൂരിറ്റി ഡബിൾ ചെയ്യാണെന്ന് റെനീറ പറയുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാല് ഇവരെ സംഭാഷണം കഴിഞ്ഞിട്ട് റെനീറ പുറത്തിറങ്ങുമ്പോൾ അവിടെ മിസാരിയ ഉണ്ട്. ആൻഡ് മിസാരിയ റെനീറയോട് ഹെലീന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മുന്നത്തെ എപ്പിസോഡില് മിസാരിയനെ ആലിസന്റെ കയ്യിലെടുക്കാൻ ശ്രമിച്ചത് കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇതൊന്ന് ഊഹിക്കാം. ആൻഡ് ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മിസാരിയ ഒരു ഗാർഡിനോട് ഒരു മെയ്ഡിനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, എ തീഫ് ആൻഡ് എ ലയർ. ആൻഡ് ഈ മെയ്ഡ് തന്നെയാണ് ആലിസന്റിന്റെ നെക്ലേസ് വാങ്ങിയിട്ട് ആലിസന്റിനെ കിങ്സ് ലാൻഡിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കിയത്. മേ ബി ഗാർഡിനോട് ആ മെയ്ഡിനെ കൊല്ലാൻ വേണ്ടിയും പറയുന്നത്. കാരണം ആ മെയ്ഡിന് മാത്രമേ അറിയുള്ളൂ ഹെലീന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മിസേരിക്ക് അറിയാവുന്നത്. സോ ആ മെയ്ഡ് ഒരു ലൂപ്പ് ഹോളാണ്. ആ മെയ്ഡ് വഴി ഇനി നാളെ റെനീറ എങ്ങനെ ഈ കാര്യം അറിഞ്ഞാൽ അത് മിസേരിയുടെ നല്ല ഒരു പ്രശ്നമാവും. സോ അതുകൊണ്ട് ഈ മെയ്ഡിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഗാർഡിനോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ സർ ലൂത്തറിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ഗോൾഡ് ക്ലോക്സിനെയും ഹൈറ്റവർമെൻ കൊന്നിട്ട് ബോഡി കൂടെ ഡംപ് ചെയ്തൊരു സ്ഥലമുണ്ട്. അവിടെ ഡേമൺ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഡേമണിന്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ക്ലോക്സ് ആളുകൾ എത്തുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൾറെഡി അവർക്ക് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. കാരണം റെനീറയുടെ കയ്യിൽ ഗോൾഡ് ഇല്ല. ആൻഡ് ഇപ്പോഴാണെങ്കിൽ ഗോൾഡ് ക്ലോക്സ് ഓരോരുത്തരെ കൊല്ലപ്പെടുന്നുണ്ട്. സോ ഇവരൊക്കെ ഈ ഗോൾഡ് ക്ലോക്സിന്റെ പൊസിഷനിൽ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേമണെ കാണാൻ വേണ്ടി വന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് അതിലൊരു ക്യാരക്ടർ ഡേമണോട് പറയുന്നുണ്ട്, ഹി വുഡ് ബി റാദർ വിത്ത് ഹിസ് ഫാമിലി പെനിലെസ് ദാൻ ഫാദർലെസ് എന്ന്. ആൻഡ് അതിന് മറുപടി ഡേമൺ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡേമൺ പറയുന്നത് ഷെയിം എന്നാണ്. അവരെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്, ക്യാഷും കിട്ടുന്നില്ല, കൂടുതൽ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. ഇതിന് കൂടുതൽ ലോയാലിറ്റി ഇനിയിപ്പോൾ അവർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. സോ അവര് വേറെ വല്ല ജോലി എടുത്തിട്ട് കാശ് കണ്ടെത്തിക്കോളാം എന്നൊക്കെയാണ് അവരിതിൽ പറയുന്നത്. റെനീറയുടെ സ്മോൾ കൗൺസിലിന്റെ സീന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എന്തായാലും ഗോൾഡ് ക്ലോക്സ് 10-25 ആൾക്കാർ മരിച്ചു. സോ സിറ്റിയിൽ പ്രൊട്ടക്ഷന് ഇപ്പം ആള് കുറവാണ്. സോ അതുകൊണ്ട് റെനീറ ആലിൻ ഓഫ് ഹള്ളിനോട് പറയുന്നുണ്ട് കുറച്ച് വെലാറിയൻ സോൾജേഴ്സിനെ കോർലിസ് വെലാറിയനോട് കിങ്സ് ലാൻഡിംഗിലേക്ക് അയക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ആലിൻ ഓഫ് ഹള്ള് കോർലിസ് വെലാറിയനെ പോയി കാണുന്നുണ്ട്. ഞാൻ കോർലിസ് വെലാറിയൻ ഇപ്പോൾ അവിടെ ട്രയാർക്കിയിലുള്ള ആളുകളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ അവർ കൊന്ന ആളുകളെ കൂടെ അവിടെ കെട്ടി തൂക്കിയിടുന്നുണ്ട്. ആൻഡ് കോർലിസ് വെലാറിയൻ ഇപ്പോഴും റെനീറയായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. പുള്ളിയുടെ ദേഷ്യം സത്യമായി ജസ്റ്റിഫയബിൾ ആണ്. കാരണം പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യയും പുള്ളിയുടെ ആർമിയും പുള്ളിയുടെ ക്യാസിലും എല്ലാം ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്. ആൻഡ് പുള്ളി ആകെ തിരിച്ചു ചോദിച്ചത് ആഡത്തിന്റെയും ആലന്റെയും ലെജിറ്റിമൈസേഷൻ ആണ്. റെനീറയാണ് അത് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് പുള്ളി ദേഷ്യം പിടിക്കുന്നതിൽ പുള്ളിനൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് പുള്ളി ആലനോട് പറയുന്നുണ്ട് റെനീറയുടെ നീഡ്സ് ഒരിക്കലും തീരില്ല. ആൻഡ് ആലൻ റെനീറയ്ക്ക് സപ്പോർട്ടായി സംസാരിക്കുമ്പോൾ കോർലിസ് വെലാറിയൻ പറയുന്നത്, നീ ഇപ്പൊ അവളുടെ കൂടെ ചേർന്നു, നിന്റെ ലെജിറ്റിമൈസേഷൻ പോലും അവള് അംഗീകരിച്ചിട്ടില്ല, എന്നിട്ട് അവൾക്ക് വേണ്ടിയാണ് നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആലൻ റീസൺ ചെയ്യുന്നത് എത്ര വർഷം വേണ്ടി വന്നു കോർലിസ് വെലാറിയന് ആഡത്തിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ലോർഡ് കോർലിസ് വെലാറിയൻ അവസാനം കുറച്ച് വെലാറിയൻ ആർമിനെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് അയക്കാന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, ട്രയാർക്കിയുടെ ആളുകളെ പിടിച്ചപ്പം അവരിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാണ് ടൈലൻ ലാനിസ്റ്റർ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ മരിച്ചിട്ടില്ലെന്ന്. ആൻഡ് ടൈലൻ ലാനിസ്റ്റർ ഇപ്പം റൂക്രസിലേക്കാണ് പോയിരിക്കുന്നതെന്നും പുള്ളി ആലൻ ഓഫ് ഹള്ളിനോട് പറയുന്നുണ്ട്. ആൻഡ് ഇനി ടൈലൻ ലാനിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മൾ കണ്ടതാണ് റൂക്രസ്റ്റിൽ വെച്ചിട്ട് എയ്ഗോണിനെയും ലോർഡ് ലാരിസ്ട്രോങ്ങിനെയും ടൈലൻ ലാനിസ്റ്റർ മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ സീനിൽ തന്നെ എയ്ഗോൺ റൂക്രസ്റ്റിൽ ഉണ്ടായിരുന്ന ജാൻസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊല്ലുന്നുണ്ട്. സോ ഈ ജാൻസന്റെ ബോഡി ബെറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈലൻ ലാനിസ്റ്റർ. ആൻഡ് ഇപ്പോഴും ലോർഡ് ലാരിസ്ട്രോങ്ങും എയ്ഗോണും എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല. ലോർഡ് ലാരിസ്ട്രോങ്ങിന് എയ്ഗോണിനെ കൊണ്ട് ബ്രാവോസിലേക്ക് പോകാനാണ് പ്ലാൻ.
പക്ഷെ ടൈലൻ ലാനിസ്റ്റർ പറയുന്നത് ഏഗോണിനെ കൊണ്ട് കാസ്റ്റൽ റോക്കിലേക്ക് പോകാനാണ്. ലോർഡ് ലാരിസ്ട്രോങ്ങിന് ഏഗോണിനെ കൊണ്ട് കാസ്റ്റൽ റോക്കിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ടൈലൻ ലാനിസ്റ്റർ ലാനിസ്റ്റേഴ്സിന്റെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ലാരിസ്ട്രോങ്ങിന് അറിയാം. ലാരിസ്ട്രോങ്ങിന്റെ പ്ലാൻ പ്രകാരം ബ്രാവോസിലേക്ക് പോകണമെന്നാണ്. ബ്രാവോസിൽ ലാരിസ്ട്രോങ്ങിന്റെ വെൽത്ത് മൊത്തം അവിടുത്തെ അയൺ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ യുദ്ധം കഴിയുന്നവരെ അവിടെ സർവൈവ് ചെയ്തിട്ട് യുദ്ധത്തിൽ ആരാണ് എയ്മണ്ടോ അല്ലെങ്കിൽ റെനീർ ആരാണ് ജയിക്കുന്നതെങ്കിലും യുദ്ധത്തിന് ശേഷം ഏഗോൺ തിരിച്ചു വന്നിട്ട് അയൺ ത്രോൺ ക്ലെയിം ചെയ്യണം എന്നാണ് ലാരിസ്ട്രോങ്ങിന്റെ പ്ലാൻ. സോ എവിടേക്ക് പോകണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏഗോണിനോട് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം. സോ ഏഗോൺ അപ്പോൾ ടൈലൻ ലാനിസ്റ്ററിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഡു യു തിങ്ക് ഐ എം എ ടെറിബിൾ മാൻ എന്നാണ്. സോ ലാസ്റ്റ് എപ്പിസോഡിൽ ലോർഡ് ലാരിസ്ട്രോങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഏഗോണിന് വല്ലതും കൊണ്ടിട്ടുണ്ട്. സോ ഇതിന് മറുപടി ആയിട്ട് ടൈലൻ ലാനിസ്റ്റർ ഒരു ഉറപ്പുള്ള മറുപടി പറയാതെ ഒരു അഴകുഴമ്പൻ ഉത്തരം കൊടുക്കുമ്പോൾ ഏഗോണിന് മനസ്സിലാവും ടൈലൻ ലാനിസ്റ്റർ പക്ക ഫേക്ക് ആണെന്ന്. അറ്റ്ലീസ്റ്റ് ഹാർഷായ കാര്യമാണെങ്കിലും ലോർഡ് ലാരിസ്ട്രോങ് അത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. സോ കമ്പയർ ടു ടൈലൻ ലാനിസ്റ്റർ ലോർഡ് ലാരിസ്ട്രോങ് ഒരു ജെനുവിൻ പേഴ്സൺ ആണെന്നും ഏഗോണിന് മനസ്സിലാവും. സോ ലാരിസ്ട്രോങ് പറഞ്ഞ പോലെ തന്നെ ബ്രാവോസിലേക്ക് തന്നെ പോകാമെന്നാണ് ഏഗോൺ പറയുന്നത്. ഇനി വെയിലിലേക്ക് വരുമ്പം റെയ്ന ടാർഗേറിയൻ വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ജീവിതം ഷീപ്പ് സ്റ്റീലറിന്റെ കൂടെ ഒളിവിലാണ്. കഴിക്കാൻ കാര്യമായിട്ട് ഭക്ഷണമൊന്നുമില്ല. ഉള്ള ബെറീസ് ഒക്കെയാണ് പ്രതി കഴിക്കുന്നത്. ആൻഡ് ഈ ബെറീസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ദൂരത്തായിട്ട് ഈ റെയ്നയുടെ സിസ്റ്റർ ആയിട്ടുള്ള ബെയിലിയുടെ ഡ്രാഗണയിലെ ബോൺ ഡാൻസറും അതേപോലെ തന്നെ ആഡമും ഫള്ളും സീ സ്മോക്കും കൂടെ പറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കണ്ടതാണ് ബെയിലയും ആഡമും റെലം മൊത്തം വെയ്ഗാറിന് വേണ്ടിയിട്ടുള്ള അടിമുടി തെരച്ചിലാണ്. സോ അവര് ഈ വെയിൽ വഴി പാസ് ചെയ്ത് പോകുന്നത് റെയ്നെ കണ്ടപ്പോൾ റെയ്ന എക്സൈറ്റഡ് ആയിട്ട് അവരെ നോക്കി നിൽക്കുന്നുണ്ട്. ആൻഡ് തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വെയിലിലെ ഗാർഡ്സ് റെയ്നെ വെയിലിലെ റൂളറായിട്ടുള്ള ലേഡി ജെയിൻ ആര്യന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ്. ലേഡി ജെയിൻ ആര്യൻ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഷീപ്പ് സ്റ്റീലറിന്റെ റൈഡർ മരിച്ചെന്നാണ് ഇപ്പൊ റെനീറ വിശ്വസിച്ചിരിക്കുന്നത്. ആൻഡ് നിന്നോട് പറഞ്ഞതല്ലേ പുറത്തു പോകരുതെന്ന്. പുറത്തു പോയി നിന്നെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് റെനീറയുടെ ജയിലെത്തിക്കഴിഞ്ഞാൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്തതിന് എനിക്കും പണി കിട്ടും, നിനക്കും പണി കിട്ടും. സോ അതുകൊണ്ട് ഇനി മേലാൽ ഷീപ്പ് സ്റ്റീലറിനെ കൊണ്ട് കറങ്ങാൻ നിന്നാൽ അതിന്റെ അവസാന കറക്കമാവും എന്ന് അവരുടെ ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സോ നേരത്തെ ഉൾഫ് ഫൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഡ്രാഗൺ ഇല്ലേ എന്ന് പറഞ്ഞ് നടന്ന റെയ്ന ഡ്രാഗൺ കിട്ടിയപ്പം ബാക്കിയുള്ള എല്ലാം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിന് മറുപടി ആയിട്ട് ജെയിൻ ആര്യൻ പറയുന്നത് ദിസ് വാസ് യുവർ ചോയ്സ്. ശരിയാണ്, റെയ്നയുടെ ചോയ്സ് ആയിരുന്നു. ഇനി ആരൻ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആലിസ് റിവേഴ്സ് എയ്മണ്ടിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് എപ്പിസോഡിൽ എയ്മണ്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരൻ ഹാളിലേക്ക് എത്തിയ അറ്റാക്കേഴ്സ് ആലിസ് റിവേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആലിസ് റിവേഴ്സിനെ അവരുടെ അടുത്തൊന്നും എയ്മണ്ട് രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആൻഡ് എയ്മണ്ടിന് അതിൽ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരൻ ഹാളിൽ നിന്ന് പരിക്ക് പറ്റിയ എയ്മണ്ടിനെ മരിക്കാതെ രക്ഷപ്പെടുത്തിയത് ആലിസ് റിവേഴ്സ് ആണ്. സോ പകരത്തിന് പകരം സഹായം എന്തായാലും ചെയ്തു. എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് എന്റെ ഡ്രാഗണിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏമണ്ട് ആരൻ ഹാലിൽ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ ആലിസ് റിവേഴ്സ് ഏമണ്ടിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആലിസ് റിവേഴ്സ് ഏമണ്ടിനോട് പറയുന്നുണ്ട് വെയ്ഗാർ ഇവിടുന്ന് ഏമണ്ടിനെ വിട്ടുപോയത് ഏമണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെയ്ഗാർ ഇവിടെ ഉണ്ടെങ്കിൽ ഏമണ്ടും ഇവിടെ ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. സോ ഇപ്പൊ ഏമണ്ടിനെ തെരഞ്ഞ ആളുകൾ ഇവിടേക്ക് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയ്ഗാർ ഇവിടുന്ന് പോയേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഏമണ്ടിനെ കൺവിൻസ് ചെയ്യാൻ ആലിസ് റിവേഴ്സ് നോക്കുന്നുണ്ട്. എനിക്ക് കിങ്സ് ലാൻഡിങ്ങിൽ ഡ്രാഗൺ പിറ്റിലേക്ക് വന്നാൽ അവിടെ ബെയില വെയ്ഗാറിനുള്ള സെർച്ചൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് ഇരുന്നുറങ്ങുന്നുണ്ട്. ആൻഡ് ഇവിടേക്ക് ആലിന ഫള്ള് എത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആൻഡ് ബുക്കിലെ കഥയിലേക്ക് വരുമ്പോൾ ആലിന ഫള്ളും അതേപോലെ തന്നെ ബെയിലയും ലവേഴ്സ് ആണ്. ആൻഡ് ഈ ഡാൻസ് ഓഫ് ദ ഡ്രാഗണിന് ശേഷം ഇവർ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ആ സെയിം പ്ലോട്ട് തന്നെയാണ് ഷോ റണ്ണേഴ്സും ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ സീനിൽ ബെയിലയും ആലിന ഫള്ളും ഒരു റൊമാൻറ്റിക് മൊമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ സെർഗെയിൻ ഹൈറ്റവർ ഇപ്പം അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടുള്ള ഓർമൺ ഹൈറ്റവറിന്റെ അടുത്ത് അതായത് ടെമ്പിൾടണിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ക്രിസ്ത്യൻ ഗോളിന്റെ ഡെത്ത് മാർച്ച് ആണ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ മാർച്ച് ആണെന്ന് മനസ്സിലാക്കി സെർഗെയിൻ ഹൈറ്റവർ അദ്ദേഹവും അതുപോലെ തന്നെ കുറച്ച് സോൾജേഴ്സും ക്രിസ്ത്യൻ ഗോളിന്റെ ആർമീനെ വിട്ടിട്ട് ടെമ്പിൾടണിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരോട് എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ഓർമൺ ഹൈറ്റവറും അതേപോലെ തന്നെ ഗെയിൻ ഹൈറ്റവറും ബെയറൻ ടാർഗേറിയനും കാണാൻ പറ്റും. ആൻഡ് ഓർമണ്ടിന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഗ്രീൻസ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓർമണ്ടിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റെനീറിനെ എക്സ്പോസ് ചെയ്യുക. റെനീർ ഒരു എലിജിബിൾ അല്ലെങ്കിൽ ഒരു കേപ്പബിൾ റൂളർ അല്ലെന്ന് കിങ്സ് ലാൻഡിങ്ങിലുള്ള ആളുകളോടും അതേപോലെ തന്നെ ബാക്കി വലിയ ഹൗസുകളെ മുന്നിലും തെളിയിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഹൗസസ് മൊത്തം ഗ്രീൻസിനോട് ആലൈ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻസിന്റെ വിജയം എളുപ്പമാവും എന്നാണ്
ഓർമണ്ട് ഹൈറ്റവറിന്റെ അഭിപ്രായം. സോ അതിന് ഓർമണ്ട് ഹൈറ്റവറിന് കുറച്ച് സമയം വേണം. ടെമ്പിൾ ടൺ ആണെങ്കിൽ സേഫ് ആണ്. റെനീർ ഒരു പെണ്ണായതുകൊണ്ട് സ്വന്തം ആളുകളെ റെനീർ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് ഓർമണ്ട് ഹൈറ്റവർ പറയുന്നത്. ആൻഡ് ഇതിന് പരിഹാസം എന്നോണം ഗെയിൻ ഹൈറ്റവർ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇതുവരെ എത്ര ഹൗസസ് നമ്മുടെ കൂടെ ചേർന്നെന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് സർ ഗെയിൻ ഹൈറ്റവറിന് അറിയാം റെനീറയുടെ കയ്യിൽ ഇത്ര ഡ്രാഗൺസ് ഉണ്ട്. സോ ആ ഡ്രാഗൺസിനോട് മല്ലിട്ട് ജയിക്കാൻ എന്തായാലും ഹൈറ്റവർ ആർമിക്ക് പറ്റില്ല. കാരണം ഓർമണ്ടിനെ പോലെയല്ല ഗെയിൻ ഹൈറ്റവർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടതാണ് ഓൺ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഈ ഡ്രാഗൺസിലുള്ള ബാറ്റിലും അതേപോലെ അല്ലാത്ത ബാറ്റിലുകളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗെയിൻ ഹൈറ്റവറിന് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട് ഡ്രാഗൺസ് എത്ര ഡെഡ്ലി ആണെന്നുള്ളത്. ആൻഡ് ഇവിടുന്ന് ഡെയ്റനും സർ ഗെയിൻ ഹൈറ്റവറിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് പോകുന്ന വഴിക്ക് ഡെയ്റനും ഗെയിൻ ഹൈറ്റവറും തമ്മിൽ സംസാരിക്കുന്ന സീൻ കാണുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദിസ് ഷോ നമ്മൾ ഈ ഒരു സീനിലാണ് ഓർമണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഡെയ്റൻ ടാർഗേറിയന്റെ തോട്ട്സ് എന്താണെന്നും നമ്മൾ കാണുന്നത്. ഡെയ്റൻ അറിയാം ഓർമണ്ട് ഡെയറിനെ കിങ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഡെയറിനെ ഒരു പെപ്പർ കിങ് ആക്കി വെച്ചിട്ട് ഓർമണ്ടിനെ ഭരിക്കാൻ വേണ്ടിയിട്ടാണെന്നും അതുപോലെ തന്നെ ഓർമണ്ടിന്റെ പ്ലാൻസ് ഒന്നും നടക്കാൻ പോണില്ലെന്നും ഡെയറിന് ഏകദേശം ഐഡിയ ഉണ്ട്. പക്ഷെ അത് ഓർമണ്ടിന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും ഓർമണ്ടിനെ ഡെയറിന് പേടിയാണെന്നുള്ള കാര്യം നമുക്ക് ഈ സീനിൽ മനസ്സിലാവും. ആൻഡ് ഡെയറൻ സർ ഗെയിൻ ഹൈറ്റവറിനോട് ആലിസനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ സീസണിന്റെ തുടക്കത്തിലുള്ള എപ്പിസോഡുകളിലായിട്ട് ആലിസന്റെ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്, ലാസ്റ്റ് 5 വർഷത്തിൽ ഡെയറൻ ടാർഗേറിയനെ കണ്ടിട്ടില്ലെന്ന്. പക്ഷെ ഇത്രയൊക്കെ വിട്ടു നിന്നിട്ടും ഡെയറിന് അമ്മയോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ ഡീപ്പാണെന്ന് നമുക്ക് ഈ സീനിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ തന്നെ ഡെയറൻ ടാർഗേറിയൻ സർ ഗെയിൻ ഹൈറ്റവറിനോട് പറയുന്നുണ്ട് ടെമ്പിൾ ടണ്ണിൽ തന്നെ നിൽക്കാൻ. പക്ഷെ സർ ഗെയിൻ ഹൈറ്റവറിന് അറിയാം ഈ ആർമേനിയും വെച്ചിട്ട് ബ്ലാക്സിനെ പോയി അറ്റാക്ക് ചെയ്തുള്ളത് നടപടിയാവുന്നില്ല. സോ പുള്ളി തിരിച്ച് ഓൾഡ് ടൗണിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഇനി ആരൻഹലിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ എയ്മൺ ടാർഗേറിയൻ അവിടുന്ന് ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടാനുള്ള പ്ലാനാണ്. ആൻഡ് എയ്മൺ ടാർഗേറിയനെ ആരൻഹലിന്റെ പുറത്ത് വെച്ചിട്ട് ഒരു പയ്യൻ കാണുന്നുണ്ട്. ആൻഡ് അത് എയ്മൺ ആണെന്ന് തിരിച്ചറിയുമ്പോൾ പയ്യൻ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആലിസ് റിവേഴ്സ് വന്നിട്ട് ആ പയ്യനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ആലിസ് റിവേഴ്സ് ഈ പയ്യനെ കൊല്ലുന്നതോടുകൂടി എയ്മണ്ടിനോട് ആലിസ് റിവേഴ്സിന്റെ ട്രസ്റ്റ് പ്രൂവ് ചെയ്യാൻ ആലിസ് റിവേഴ്സിന് പറ്റുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ സീസണിലായിട്ട് നമ്മൾ കണ്ടതാണ് ആലിസ് റിവേഴ്സിനെ ആരൻഹലാണ് കണ്ടത്. ആലിസ് റിവേഴ്സ് ഡെയ്മൺ ടാർഗേറിയനോട് അത് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ആലിസിന്റെ കൂടെയുള്ള എയ്മണ്ടിനെ കൊന്നു കഴിഞ്ഞാൽ റെനീറ ബൗണ്ടി പ്രഖ്യാപിച്ചതും ആരൻഹലാണ്. സോ ആലിസ് റിവേഴ്സിനെ സംബന്ധിച്ചപ്പോൾ ആലിസ് റിവേഴ്സിന് ആരൻഹൽ കിട്ടാനുള്ള ഒരു ഈസി ഓപ്ഷൻ എയ്മണ്ടിനെ കൊല്ലുക എന്നുള്ളതാണ്. ആൻഡ് എയ്മണ്ട് വളരെ അവശനായ നിലയിൽ ആയിരുന്നു ആരൻഹൽ ഉണ്ടായിരുന്നത്. സോ ആലിസ് റിവേഴ്സിനെ സംബന്ധിച്ചപ്പോൾ അതൊരു ഈസി പ്രോസസ് ആയിരുന്നു. പക്ഷെ ആലിസ് റിവേഴ്സ് അത് ചെയ്യുന്നില്ല. അതിന് പകരം ആലിസ് റിവേഴ്സ് ഇപ്പൊ എയ്മണ്ടിനെ ആരൻഹലിൽ പിടിച്ചു നിർത്താനാണ് നോക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ആലിസ് റിവേഴ്സിന്റെ ആക്ച്വൽ പ്ലാൻ അല്ലെങ്കിൽ ആലിസ് റിവേഴ്സിന്റെ ആക്ച്വൽ ആവശ്യം ആരൻഹലല്ല. ആലിസ് റിവേഴ്സ് അതിനും വലുതെന്തോ പ്ലാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആലിസ് റിവേഴ്സ് എയ്മണ്ടിനെ വിളിച്ചിട്ട് ആരൻഹലിന്റെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇരിക്കുന്ന ഒരു 5 ഡ്രാഗൺ എക്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് ആലിസ് റിവേഴ്സ് പറയുന്നത് ഇത് റെയ്ന ടാർഗേറിയൻ ആരൻഹലിൽ താമസിച്ചിരുന്ന സമയത്ത് റെയ്നയുടെ ഡ്രാഗൺ ആയിട്ടുള്ള ഡ്രീം ഫയർ, അതായത് ഹെലീന ഇപ്പം റൈഡ് ചെയ്യുന്ന ഡ്രീം ഫയർ ലേ ചെയ്ത എക്സ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ആ എക്സ് ഡോർമെന്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഡ്രാഗൺ എഗ് എയ്മണ്ട് തൊടുമ്പോൾ എയ്മണ്ട് പറയുന്നുണ്ട് സ്റ്റിൽ വാം. ആൻഡ് ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡെനേറിസിന് കിട്ടിയ എഗ്സ് കാലങ്ങളോളം ഡോർമെന്റ് അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഫയറും അതേപോലെ തന്നെ ബ്ലഡ് മാജിക്കും വെച്ചിട്ട് ആ എഗ്സ് ഹാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം ആലിസ് റിവേഴ്സ് ഒരു വിച്ചാണ്. എയ്മണ്ട് ഇപ്പൊ കാണുന്ന ഈ വിഷയം അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഡ്രാഗൺ എക്സോ അതിൽ എയ്മണ്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞ വാമത്തോ ഒക്കെ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. ആൻഡ് വെയ്ഗാർ എയ്മണ്ടിനെ വിട്ടുപോകാനുള്ള കാരണം ചിലപ്പോൾ ആലിസ് റിവേഴ്സ് ആവാം. ആലിസ് റിവേഴ്സിന്റെ വല്ല സ്പെല്ലോ അല്ലെങ്കിൽ മാജിക് കൊണ്ടോ ആയിരിക്കാം വെയ്ഗാർ എയ്മണ്ടിനെ വിട്ടു പോയത്. കാരണം ഒരു ഡ്രാഗൺ റൈഡറെ വിട്ടിട്ട് ഡ്രാഗൺ പോയില്ല. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാവും എന്ന് വിചാരിക്കാം. ആൻഡ് ഇതിന് കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ആലിസ് റിവേഴ്സ് ഈ എയ്മണ്ടായിട്ട് സംസാരിക്കുമ്പോൾ ആലിസ് റിവേഴ്സിനുള്ള ഒരു കേഴ്സിനെ കുറിച്ചിട്ട് ആലിസ് റിവേഴ്സ് പറയുന്നുണ്ട്. മേ ബി ആലിസ് റിവേഴ്സിന്റെ ആവശ്യം ആ കേഴ്സ് രക്ഷപ്പെടാനായിരിക്കാം. അതിന് എയ്മണ്ടിന്റെ സഹായം ആലിസ് റിവേഴ്സിന് വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ മിസ്റ്ററി ഒക്കെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് അൺഫോൾഡ് ആവുമെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റെനീറനെ കണ്ട് പരാതി പറയാൻ അവിടെയുള്ള സ്മോൾ ഫോക്സ് അയൺ ത്രോൺ റൂമിൽ വന്നിട്ടുണ്ട്. റെനീറ അയൺ ത്രോണിൽ ഇരിക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് റെനീറയ്ക്ക് ഈ റൂളിംഗ് ഒന്നും അറിയില്ല. ആൻഡ് ഈ സീനിൽ റെനീറയുടെ കൈ അയൺ ത്രോണിൽ തട്ടി മുറിയുന്നുണ്ട്. നമ്മള് മുമ്പത്തെ സീസണുകളിലായിട്ട് കണ്ടിട്ടുണ്ട് വിസേരിയസിന്റെ കൈയും ഇതേപോലെ തന്നെ അയൺ ത്രോണിൽ തട്ടി മുറിയുന്നുണ്ട്. ആൻഡ് ബുക്കിലേക്ക് വരുമ്പോൾ മേക്കർ ദ ക്രൂവലിന്റെ കൈയും ഇതേപോലെ തന്നെ അയൺ ത്രോണിൽ തട്ടി മുറിയുന്നുണ്ട്. ആൻഡ് മുമ്പ് ഈ അയൺ ത്രോണിൽ തട്ടി കൈ മുറിഞ്ഞ 2 ആളുകളുടെയും
ഫ്യൂച്ചർ അത്ര നല്ല രീതിയിലല്ല അവസാനിച്ചത്. ഈ കൈ മുറിയുമ്പം റെനീറ നേരെ നോക്കുന്നത് അവിടെയുള്ള ഒരു വലിയ സ്റ്റാച്ചുവിലേക്കാണ്. ആൻഡ് ആ സ്റ്റാച്ചു കണ്ടിട്ട് അത് വിസേരിയസ് ആണെന്നാണ് തോന്നുന്നത്. മേ ബി ഈ കൈ മുറിച്ചപ്പോൾ പെട്ടെന്ന് റെനീറയ്ക്ക് ഓർമ്മ വന്ന വിസേരിയസിനായിരിക്കും. ആൻഡ് റെനീറ ഇവിടുന്ന് പരാതി പറയുന്ന ആളുകളുടെ പരാതിയൊന്നും കേൾക്കാതെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാതെ വാക്കൗട്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റെനീറയ്ക്ക് ഈ റൂളിംഗ് അത്ര വശമുള്ള പരിപാടിയില്ല. കാരണം ആളുകൾ ഒരു പ്രശ്നം വരുമ്പം അവർ ലുക്കപ്പ് ചെയ്യുന്നത് അവരുടെ ലീഡറിന്റെ അടുത്തേക്കും ലീഡറിന്റെ ഗൈഡൻസും. ആൻഡ് ഇതേ ആളുകളുടെ മുന്നിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ റൂളർ. ആൻഡ് ഇതേ സമയം ഡെയ്മൺ ടാർഗേരിയൻ ഗോൾഡ് ക്ലോക്സിന്റെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കിങ്സ് ലാൻഡിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത ഹൈ ടവർ മെന്നെ തെരഞ്ഞിറങ്ങിയതാണ്. പുള്ളിനെ അറ്റാക്ക് ചെയ്യാൻ ഏതെങ്കിലും ഹൈ ടവർ മെൻ വരും, അന്നേരം അവരെ തീർത്ത് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് പുള്ളി വിചാരിച്ച പോലെ തന്നെ ഗ്രീൻ സപ്പോർട്ടർ വരുന്നുണ്ട്. ആൻഡ് ഈ ഗ്രീൻ സപ്പോർട്ടറിനെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. ഈ ഗ്രീൻ സപ്പോർട്ടർ ആണ് ലാസ്റ്റ് എപ്പിസോഡിൽ ഓർമോണ്ടിന് ഒരു റെയ്വൺ അയക്കും, അതായത് 2 ഗോൾഡ് ക്ലോക്സിനെ കൊന്നു പറഞ്ഞിട്ട് റെയ്വൺ അയക്കുന്നുണ്ടായിരുന്നു. സോ സെയിം ക്യാരക്ടർ തന്നെയാണ് ഡെയ്മണെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഡെയ്മൺ അയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇനി തിരിച്ച് ടെമ്പിൾട്ടണിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ സെർഗെയിൻ ഹൈടവറും ഓർമോണ്ടും ഡെയറിൻ ടാർഗേറിയനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിലേക്ക് ലോർഡ് ബോറിസ് ബറാത്തിയൻ അയച്ച ആളുകളാണെന്ന് പറഞ്ഞിട്ട് റെനീറയുടെ അസാസിൻസ് വേഷം മാറി വരുന്നുണ്ട്. ആൻഡ് ഈ വേഷം മാറി വരുന്ന ആളുകള് ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് വരുന്നത്. സോ ആൻഡ് മുന്നത്തെ എപ്പിസോഡിൽ ആലിസന്റ് റെനീറയോട് പറയുന്നുണ്ട് ഓർമോണ്ട് ഓർഡർ സെൻസിറ്റീവ് ആണ്. സോ അത് മുതലെടുത്തുകൊണ്ടാണ് ഇവരാകെ ഡേർട്ടി വന്നിരിക്കുന്നത്. ആൻഡ് അവരുടെ ഉദ്ദേശം ഡെയറിനെ കൊല്ലാന്നാണ്. ആൻഡ് ഇതിലൊരു സോൾജർ പുള്ളിനെ ആരൻ പരാത്യൻ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ സെർഗെയിൻ ഹൈടവറിന് തന്നെ മനസ്സിലാവും ഇത് വന്നിരിക്കുന്നത് അസാസിൻസ് ആണ്. കാരണം പുള്ളി ആരൻ പരാത്യനെ മുന്നേ കണ്ടിട്ടുണ്ട്. ഗെയിൻ ഹൈടവർ ഈ വന്നിരിക്കുന്ന അസാസിൻസിനെ മൊത്തം അറ്റാക്ക് ചെയ്യും കൊന്നുകളയാണ് ചെയ്യുന്നത്. ഇനി തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് തന്നെ വരുമ്പോൾ ആലിസന്റ് റെനീറയെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ആലിസന്റ് ആവശ്യപ്പെടുന്നത് എലീനയും ആലിസന്റിനും വെറുതെ വിടണം എന്നാണ്. ആൻഡ് അതിന് പകരമായിട്ട് ആലിസന്റ് എയ്മണ്ട് ആരൻ ഹെല്ലിൽ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ റെനീറയ്ക്ക് പാസ് ചെയ്യും. ആൻഡ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ആലിസന്റ് ഹെലീനയുടെ അടുത്തുനിന്ന് ഈ ഒരു അറിഞ്ഞ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലിസന്റ് റെനീറയോട് ഈ കാര്യം പറയുമെന്ന്. ആലിസന്റ് ഭയങ്കര കൗശലക്കാരിയാണ്. ആലിസന്റ് ഇത്രയും നേരം അത് മറച്ചു പിടിച്ചിട്ട് ഇപ്പം ആലിസന്റിന് അവിടെ രക്ഷപ്പെടാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ആലിസന്റിനെയും ഹെലീനയും റെനീറ വെറുതെ വിടും എന്ന് വിചാരിച്ചിട്ടാണ് ആലിസന്റ് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ റെനീറയുടെ ഏത് സോൾജേഴ്സിനെ വിട്ടാലും എയ്മൺ അവിടെ വിളിച്ചിരിക്കും. സോ എയ്മണിനെ പുറത്തേക്ക് വരുത്തണമെങ്കിൽ ആലിസന്റിന്റെ കൂടെ ഒരു സോൾജറിനെ വിടുന്നതായിരിക്കും. സോ ആലിസന്റിനെ ഒരു ബെയിറ്റ് ആക്കി വിട്ടിട്ട് എയ്മണിനെ കൊല്ലാനാണ് റെനീറയുടെ പ്ലാൻ. ആക്ച്വലി ഇത് വളരെ ക്രൂരമായിട്ടൊരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റെനീറയുടെ 2 മക്കള് യുദ്ധത്തിൽ മരിച്ചതാണ്. സോ പിള്ളേര് മരിക്കുമ്പോഴുള്ള സങ്കടം റെനീറയ്ക്ക് അറിയാം. എയ്മണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആലിസന്റിന്റെ മകനാണ്. ആലിസന്റിന്റെ മുന്നിൽ വെച്ചിട്ട് എയ്മണ്ട് മരിക്കുമ്പം അത് ആലിസന്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്ന റെനീറയ്ക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ആലിസന്റ് ആരൻ ഹെല്ലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹെലീനയായിട്ട് സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആൻഡ് ഹെലീന ഈ കോൺവെർസേഷനിനകത്ത് ആലിസന്റിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ എന്റെ ബ്രദറിന് കെട്ടിച്ചു കൊടുത്തത്, എന്നെ തെരഞ്ഞിട്ട് വേറെ ഒരു ലോഡും കല്യാണം ആലോചിച്ച് വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് മുന്നത്തെ സീസണിലേക്കുള്ള ഒരു ഈക്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് സീസണിലാണ് റെനീറയുടെ മൂത്തവനായുള്ള ജെസേരിയസിന് ഹെലീനനെ റെനീറ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആലിസന്റ് ആണ് അത് എതിർത്തത്. കാരണം ആലിസന്റിനെ അറിയാം ജെസേരിയസ് ഒരു ബാസ്റ്റഡ് ആണെന്ന്. ആൻഡ് ഹെലീനയും ജെസേരിയസും കല്യാണം കഴിക്കുകയാണെങ്കിൽ സോ ജെസേരിയസിന്റെ ലെജിറ്റിമസിക്ക് അതൊരു എളുപ്പമുള്ള വഴിയാകുമെന്നും ജെസേരിയസിന് അടുത്ത കിങ്ങായി മാറാനുള്ള ഒരു വഴി അത് വെക്കുമെന്നും മനസ്സിലാക്കിയ ആലിസന്റ് അതിന് സമ്മതിക്കാതിരുന്നത്. ആൻഡ് ഓട്ടോ ഹൈടവറിന്റെ അഭിപ്രായ പ്രകാരം എയ്ഗോണിന് ഹെലീനനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴും ആലിസന്റിന്റെ മെയിൻ ഉദ്ദേശം എയ്ഗോണിനെ അടുത്ത കിങ് ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. മേ ബി ആലിസന്റ് ഇപ്പൊ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് സീനിലേക്ക് വരുമ്പോൾ ലോർഡ് കോർലിസ് വെലാറിയനെയാണ് കാണിക്കുന്നത്. ആൻഡ് നമ്മൾ മുന്നത്തെ സീനിലായിട്ട് കണ്ടിട്ടുണ്ട് ആൽനോഫളിൽ ലോർഡ് കോർലിസ് വെലാറിയന്റെ അടുത്ത് വന്നിട്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വെലാരിയൻ ആർമിയിലുള്ള സോൾജേഴ്സിനെ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ആളുകൾ അയക്കാൻ വേണ്ടി നിൽക്കുന്ന ലോർഡ് കോർലിസ് വെലാറിയനെയും ആർമിനെയും ഹൈടവർമെൻ ആംബുഷ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഈ സീനിന്റെ അകത്ത് ലോർഡ് കോർലിസ് വെലാറിയനെ കൊല്ലുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. അറിയില്ല ലോർഡ് കോർലിസ് വെലാറിയൻ മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ലോർഡ് കോർലിസ് വെലാറിയനെ കൊല്ലാണ്ട് പിടിക്കുന്നത് ഓർമൺ ഹൈടവറിന് ആക്ച്വലി അത് ബെനിഫിഷ്യൽ ആണ്. കാരണം ലോർഡ് കോർലിസ് വെലാറിയന് റെനീറയോട് ഇപ്പം നല്ല ദേഷ്യമുണ്ട്. പുള്ളിയെ ബ്ലാക്സിന് എതിരെയാക്കാൻ ഒരുപക്ഷെ ഓർമോണിന് സാധിച്ചേക്കാം. അതൊരു ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ പുള്ളിനെ ഹോസ്റ്റേജ് ആക്കി വെച്ചിട്ട് ഓർമൺ ഹൈടവറിന് റെനീറയായിട്ട് ബാർഗെയിൻ ചെയ്യാം. കാരണം പുള്ളി റെനീറയുടെ ഹാൻഡ് ആണ്. എപ്പിസോഡ് 5 ട്രെയിലറിന്റെ അകത്ത് എപ്പിസോഡ് 5 വിഷ്വൽസ് മാത്രമല്ല അതിനുശേഷമുള്ള എപ്പിസോഡ്സിലുള്ള വിഷ്വൽസ് ഉണ്ടായിരുന്നു. അതിലൊരു സീനിന്റെ അകത്ത് ആൽനോഫളിൽ മാർച്ച് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ആൽനോഫളിന്റെ പിന്നില് ആരുടെ ബോഡി ക്യാരി ചെയ്ത് വരുന്ന പോലെ നമ്മൾ
കണ്ടിട്ടുണ്ട്. മേ ബി ലോഡ് കോളിസ് വളരെ തന്നെ കൊന്നിട്ടുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് 6 എനിക്ക് മനസ്സിലായത്. ആൻഡ് ഇതിന്റെ ഓപ്പണിംഗ് സീൻ നല്ലൊരു ഹൈ തന്നെങ്കിലും ബാക്കിയുള്ള സീൻസ് കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ആരുടെയും പേരോ സിറ്റുവേഷനോ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. സോ വി ക്യാൻ ഹാവ് എൻ ഹെൽത്തി ഡിസ്കഷൻ. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.